തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് സ്ഥാനം നിലവിൽ രാജിവെച്ചിട്ടില്ല എന്ന് ഡോക്ടർ സുനിൽകുമാർ. രാജിവെച്ചെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണ്. സൂപ്രണ്ട് സ്ഥാനത്ത് നിന്ന് തന്നെ മാറ്റണമെന്ന് അധികൃതരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. തന്റെ ആവശ്യം അംഗീകരിച്ച് ഉത്തരവ് ഇറങ്ങുന്നതുവരെ സൂപ്രണ്ടായി തുടരുമെന്നും സുനിൽകുമാർ. ഷിജോ കുര്യനുണ്ട് വിവരങ്ങൾ നൽകാനായി. ഷിജോ, സാമൂഹ്യ മാധ്യമങ്ങളടക്കം സൂപ്രണ്ട് രാജിവെച്ചു എന്ന തരത്തിലുള്ള വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനോട് എങ്ങനെയായിരുന്നു സൂപ്രണ്ടിന്റെ പ്രതികരണം? അല്പസമയം മുമ്പാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ സൂപ്രണ്ടായിട്ടുള്ള ഡോക്ടർ സുനിൽകുമാറുമായിട്ട് ഞാൻ ഫോണിൽ സംസാരിച്ചത്. അദ്ദേഹത്തോട് ഇത്തരത്തിലുള്ള പ്രചരണങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് താൻ ഇന്ന് രാവിലെ തന്നെ സൂപ്രണ്ട് സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജബ്ബാറിന് ഒരു കത്ത് കൊടുത്തിട്ടുണ്ട്. തനിക്ക് ഇനിയിപ്പോൾ 8 മാസം കൂടി ഉണ്ട്. ആ 8 മാസമെങ്കിലും തനിക്ക് ന്യൂറോ വിഭാഗത്തിൽ ജോലി ചെയ്യണം. ഒരു പാർട്ട് ടൈം ആയിട്ട് സൂപ്രണ്ടായിട്ടിരിക്കാൻ തനിക്ക് സമയമില്ല. കാരണം ന്യൂറോയിൽ കൂടുതലായിട്ട് ശ്രദ്ധിക്കണം. ഇപ്പോൾ താൻ സൂപ്രണ്ടായിട്ട് കഴിഞ്ഞ 1.5 വർഷമായിട്ട് പ്രവർത്തിക്കുകയാണ്. അതിനിടയിൽ ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് മാത്രമേ തനിക്ക് സൂപ്രണ്ടിന്റെ ജോലികൾ കൃത്യമായിട്ട് ചെയ്യാൻ കഴിയുകയുള്ളൂ. അതല്ലാതെ ന്യൂറോയിൽ കൃത്യമായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കണമെങ്കിൽ ആ സൂപ്രണ്ട് സ്ഥാനത്ത് നിന്ന് തനിക്ക് മാറി നിൽക്കണം എന്നാണ് തന്റെ ആഗ്രഹം. അതുകൊണ്ടാണ് തന്നെ സൂപ്രണ്ട് സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇന്ന് രാവിലെ കത്ത് നൽകിയത്. ഈ കത്ത് നിലവിൽ ബന്ധപ്പെട്ട മെഡിക്കൽ കോളേജ് അധികൃതരുടെ ശ്രദ്ധയിലുണ്ട്. അദ്ദേഹത്തിന്റെ മാറ്റണം എന്നുള്ള കാര്യങ്ങൾ ആലോചന നടക്കുന്നുണ്ട്. പക്ഷേ നിലവിൽ അദ്ദേഹം ഈ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടതല്ലാതെ ഒരു രാജിക്കത്തും ഒരാൾക്ക് പോലും നൽകിയിട്ടില്ല എന്നുള്ള കാര്യമാണ് അല്പസമയം മുമ്പ് ഡോക്ടർ സുനിൽകുമാറുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്. തന്റെ ആവശ്യം അംഗീകരിച്ചുകൊണ്ട് മെഡിക്കൽ കോളേജ് അധികൃതർ ഒരു അടുത്ത ഉത്തരവ് ഇറക്കുന്നതുവരെ താൻ സൂപ്രണ്ടായിട്ട് തുടരുമെന്നുള്ള കാര്യവും അദ്ദേഹം സംസാരിച്ചപ്പോൾ പറയുന്നുണ്ട്. അതായത് തന്നെ മാറ്റണം എന്നുള്ള ആവശ്യം ബന്ധപ്പെട്ട അധികൃതർ അംഗീകരിച്ചുകൊണ്ട് പുതിയൊരു സൂപ്രണ്ടിനെ തീരുമാനിച്ചുകൊണ്ട് ഉത്തരവിറങ്ങുന്നതുവരെ താൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ സൂപ്രണ്ട് തന്നെ ആയിരിക്കും എന്നുള്ള കാര്യമാണ് ഡോക്ടർ സുനിൽകുമാർ പറയുന്നത്. നിലവിൽ ഡെപ്യൂട്ടി സൂപ്രണ്ടായിട്ടുള്ള ഒരു ഡോക്ടറെ കൂടി പുതിയ സൂപ്രണ്ടായിട്ട് പരിഗണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അനസ്തേഷ്യ വിഭാഗത്തിൽ നിന്നും ENT വിഭാഗത്തിൽ നിന്നുമുള്ള മേധാവിമാരെ കൂടി മെഡിക്കൽ കോളേജിന്റെ പുതിയ സൂപ്രണ്ടുമാരായിട്ട് ആലോചനയിലുണ്ട്. അപ്പോൾ ഇവരിൽ ആരാകുമെന്നുള്ളതൊക്കെയാണ് ആകാംക്ഷ. എന്തായാലും നിലവിൽ ഡോക്ടർ സുനിൽകുമാറിന്റെ ആവശ്യം അംഗീകരിക്കുന്നതുവരെ അംഗീകരിച്ച് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലോ DMO ഉത്തരവിറക്കുന്നതുവരെ തൽസ്ഥാനത്ത് ഡോക്ടർ സുനിൽകുമാർ മെഡിക്കൽ കോളേജിന്റെ സൂപ്രണ്ടായി തുടരും എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറയുന്നത്. പുറത്തു വരുന്ന ചില പ്രചരണങ്ങൾ തീർത്തും അവാസ്തവ വിരുദ്ധമാണ്. തന്നെ മാറ്റണമെന്നാവശ്യപ്പെട്ട് കത്ത് കൊടുത്തതല്ലാതെ താൻ രാജിവെച്ചിട്ടില്ല എന്നും അദ്ദേഹം അല്പസമയം മുമ്പ് മീഡിയയോടുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുകയും ചെയ്തു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ട് സ്ഥാനം താൻ രാജിവെച്ചിട്ടില്ല എന്നാണ് സൂപ്രണ്ട് ഷിജോ കുര്യനോട് അല്പസമയം മുൻപ് പറഞ്ഞത്. രാജിവെച്ചു എന്ന തരത്തിൽ വരുന്ന വാർത്തകൾ പൂർണ്ണമായും അദ്ദേഹം തള്ളുകയാണ് ഉണ്ടായത്.